ഹലോ എവരി വൺ, വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരോടും പലപ്പോഴും ആയിട്ട് പറയുന്ന കാര്യമാണ്. അത് കോൾഡ് സ്റ്റാർട്ടിങ് ഇല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ കാലത്ത് എടുക്കുമ്പോൾ എങ്ങനെ വേണം എടുക്കാൻ. നോർമലായിട്ട് നമുക്കറിയാം ഈ BS6 അല്ലെങ്കിൽ പുതിയ എമിഷൻ നോംസിലുള്ള മോട്ടോർ സൈക്കിൾസ് ഒന്നും നമ്മൾ ഈ പറയുന്ന പോലെ പാമപ്പ് ചെയ്യേണ്ടെന്നൊക്കെയുള്ള പലരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മോട്ടോർ സൈക്കിള് അറ്റ്ലീസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സിന് വാമപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതെപ്പോഴും മോട്ടോർ സൈക്കിളിന് നല്ലതാണ്. എന്തായാലും ഈ എൻജിൻ്റെ അടിയിൽ എടുക്കണ ഓയിൽ മുകളിലേക്ക് വരണം എന്ന് ചിന്തിച്ചാൽ മതി. ക്യാം, അതുപോലെ തന്നെ പിസ്റ്റൺ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ എന്തുകൊണ്ട് വാമപ്പ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ രാത്രി മുഴുവൻ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്തു, കാലത്ത് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മോട്ടോർ സൈക്കിൾ എടുക്കുന്നതിന് മുൻപേ ഉള്ള ഒരു ഇൻസ്പെക്ഷൻ കൂടി ആയിരിക്കണം ഈ പറയുന്ന വാമപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിളിന് ഏതെങ്കിലും ഓയിൽ ലീക്ക് വരുന്നുണ്ടോ, ടയേഴ്സിലൊക്കെ എയർ പ്രഷർ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എയർ പ്രഷർ ഉണ്ടോ, അങ്ങനെ മൊത്തമായിട്ടുള്ള ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രീ വാമപ്പ് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വാമപ്പ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും, എന്തെങ്കിലും ജീവികൾ മോട്ടോർ സൈക്കിളിൽ കയറിയിരിക്കുന്നുണ്ടോ, വല്ല പാമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോട്ടോർ സൈക്കിളിൽ കയറിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമായിട്ട് എടുക്കുക. ഞാൻ യൂഷ്വലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിടും, എന്നിട്ട് മൊത്തമായിട്ടൊന്ന് പ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും. അതോടൊപ്പം തന്നെ എയർ പ്രഷർ ചെക്ക് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അതിനുള്ളിലുണ്ടോ നോക്കും. അതിനിടയിൽ നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഏകദേശം ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തിരിച്ച് മോട്ടോർ സൈക്കിൾ എടുത്തു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയാണ് ചെയ്യാറുള്ളത്. മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. സോ അത് എഞ്ചിനും നല്ലതാണ്, അല്ലെങ്കിൽ വണ്ടിക്കും നല്ലതാണ്, നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.